യോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ ടോക്കിയോ റിവെഞ്ചേഴ്സിൻ്റെ 13ാമത്തെ എപ്പിസോഡ്, അതായത് ഈ സീസണിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ തക്കേമിച്ചിയും കിസാക്കിയും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അവൻ തങ്ങളിത് എവിടെയാണെന്ന് ആശ്ചര്യപ്പെടുന്നു. എന്നാൽ കിസാക്കി അത് മുതലെടുത്ത് തക്കേമിച്ചി അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തക്കേമിച്ചി തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് പറയുന്നു, മതിയാക്ക് കിസാക്കി, നീ തോറ്റുവെന്ന് സമ്മതിക്കുക. കാരണം നിനക്കെന്നും മോബിയോസ്, വാൽഹല്ല, തെഞ്ചുക്കു പോലുള്ള ഗ്യാങ്ങിനെ ഷീൽഡാക്കി വെച്ച് നിലനിൽക്കാൻ സാധിക്കും. നീ എന്നും ഒരു പേടിത്തൊണ്ടരാണ് കിസാക്കി എന്ന് തക്കേമിച്ചി പറഞ്ഞപ്പോഴേക്കും കിസാക്കി അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു ലീഡറാകുവാൻ ഒരാൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തക്കേമിച്ചിയെ അവൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ശേഷം കിസാക്കി ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടത് വളരെ കൃത്യവും വ്യക്തവുമായി ക്രിയേറ്റ് ചെയ്ത ഒരു പെർഫെക്റ്റ് പ്ലാനാണ്. എന്നാൽ തക്കേമിച്ചി അത് കേട്ട് ആശ്ചര്യപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവൻ്റെ പെർഫെക്റ്റ് പ്ലാൻസ് എല്ലാം എന്നെപ്പോലെ ഒരാൾക്ക് നശിപ്പിക്കാൻ സാധിച്ചത് എന്ന് അവൻ തിരിച്ച് ചോദിക്കുന്നു. ശേഷം വീണ്ടും ഫൈറ്റ് തുടരുന്നു. എന്നിട്ട് കിസാക്കി അവൻ ശരിക്കും ഒരു ഡാർക്ക് ഹീറോ ആകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പ്ലാൻസ് എല്ലാം വിശദീകരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്തെന്നാൽ ഡ്രാഗനെ കൊന്ന് ആ രണ്ടാമത്തെ സ്പോട്ടിലെത്തി തോമനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നതായിരുന്നു. രണ്ടാമത്തേത് വാൽഹല്ല എന്ന ഗ്യാങ് ഉണ്ടാക്കി മൈക്കിയെ അതിൻ്റെ ലീഡറാക്കുക എന്നതായിരുന്നു. എൻ്റെ മൂന്നാമത്തെ പ്ലാൻ തെഞ്ചുക്കുനെ ഉപയോഗിച്ച് തോമനെ ബീറ്റ് ചെയ്ത ശേഷം മൈക്കിയെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നതായിരുന്നു. എൻ്റെ ഈ 3 പ്ലാനും വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഒരാൾക്കും അത് നശിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോഴേക്കും തക്കേമിച്ചി കിസാക്കിയെ ചവിട്ടി മാറ്റിക്കൊണ്ട് അവനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതെന്ന് അവന് മനസ്സിലാകുന്നു. ഇവിടെ വെച്ചായിരുന്നു തക്കേമിച്ചി തോമൻ്റെ ലീഡറാകുമെന്ന് തീരുമാനിച്ചത്. ഇവിടെ വെച്ചായിരുന്നു ഫ്യൂച്ചറിൽ കിസാക്കി ഹിനായെ കൊന്നത്. അങ്ങനെ തക്കേമിച്ചി പറയുന്നു, ഞാൻ ഈ യുദ്ധത്തിനിടയിൽ ഒരുപാട് തവണ ഫ്യൂച്ചറിലും പാസ്റ്റിലും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് നമുക്കിതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കിസാക്കി എന്നവൻ പറയുന്നു. എന്നാൽ കിസാക്കി അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുന്നു. എന്നാൽ തക്കേമിച്ചി അവനെ ചെന്ന് തൊട്ടതും എന്തൊക്കെയോ തക്കേമിച്ചിയുടെ ഉള്ളിൽ മിന്നി മറയുന്നു. അത് കിസാക്കിയുടെ ഓർമ്മകളായിരുന്നു. അതേസമയം കിസാക്കി തക്കേമിച്ചി അപ്പോൾ ശരിക്കും ഒരു ടൈം ലീപ്പർ ആണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. എന്നാൽ തക്കേമിച്ചി കിസാക്കിയും ഹിനയുമായി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ കിസാക്കി ആകെ ഞെട്ടുന്നു. മൈക്കിയുമായി കിസാക്കി അറ്റാച്ച്ഡ് ആയത് തോമന് വേണ്ടിയായിരുന്നു. എന്നാൽ എന്തിനാണ് ഹിനാറ്റെ കിസാക്കി എപ്പോഴും കൊന്നിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തക്കേമിച്ചി കിസാക്കി വീണ്ടും തൊട്ടപ്പോഴേക്കും തക്കേമിച്ചി വീണ്ടും കിസാക്കിയുടെ ഫ്യൂച്ചർ കാണുന്നു. അത് അയാൾ ഹിനയെ പ്രൊപ്പോസ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഹിന അത് നിരസിക്കുന്നു. ശേഷം ഇതെല്ലാം കണ്ട തക്കേമിച്ചി ആകെ ഞെട്ടി നിൽക്കുന്നു. അങ്ങനെ കിസാക്കിയോട് തക്കേമിച്ചി അവന് ഹിനായെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. ശേഷം അയാൾ അവൻ്റെ കഥ അവനോട് പറയുന്നു. ഞാൻ എലമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന സമയം എല്ലാവരും എന്നെ ബുദ്ധിജീവി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവിടെ വെച്ചായിരുന്നു കിസാക്കി ഹിനായെ കണ്ടത്. ശേഷം അയാൾ തുടരുന്നു, ഞാൻ അവളെ ശ്രദ്ധിക്കാത്തതുപോലെ നടിച്ചു. പക്ഷേ എനിക്ക് ഹിനാറ്റെ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒരു ദിവസം ഒരു ഹീറോ വന്ന് അവളുടെ ഹൃദയം കവർന്നു. അവനാണ് തക്കേമിച്ചി ഹനാഗാക്കി. എന്നാൽ അന്നു മുതൽ നിന്നെ ഞാൻ എന്നും പിന്തുടരുമായിരുന്നു. അങ്ങനെ ഒരു നാൾ തക്കേമിച്ചി താൻ വലുതാകുമ്പോൾ ജപ്പാനിലെ തന്നെ നമ്പർ 1 ഡോൺ ആകുമെന്ന് പറഞ്ഞത് കേട്ട കിസാക്കി ജപ്പാനിലെ നമ്പർ 1 ഡോൺ ആയാൽ അവരെങ്ങനെയാണ് ഹീറോ ആകുമെന്ന് ആശ്ചര്യപ്പെടുന്നു. ശേഷം കിസാക്കി അതിനെപ്പറ്റി നന്നായി റിസർച്ച് ചെയ്ത് ഒസനയുടെ അടുത്തെത്തുന്നു. ശേഷം കിസാക്കി അങ്ങനെ ഞാൻ മോബിയോസിൻ്റെ ഡോണായ ഒസനയെ കണ്ടുമുട്ടി. പക്ഷേ അയാൾ ജപ്പാനിലെ നമ്പർ 1 ഡോൺ അല്ലായിരുന്നു. ശേഷം ഞാൻ കണ്ടോയിലുള്ള ഒരുപാട് ഡോണുകളെ പറ്റി റിസർച്ച് ചെയ്തു, അവരെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു. അതായിരുന്നു ടോക്കിയോ മഞ്ചിയാങ്ങിൻ്റെ ലീഡറായ സനോ മാഞ്ചിറോ. അങ്ങനെ കിസാക്കി അവൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ അവൻ തക്കേമിച്ചിയെ കാണാനിടയായി. അന്ന് കിസാക്കി അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു, കണ്ടോ തക്കേമിച്ചി, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഞാൻ കംപ്ലീറ്റായി മാറിയത്. അങ്ങനെ ഇനി ഞാൻ നിന്നെ തോൽപ്പിക്കും തക്കേമിച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കിസാക്കി മൈക്കിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ കിസാക്കി അവൻ്റെ ലക്ഷ്യത്തിന് പറ്റിയ ഒരാളാണ് മൈക്കി എന്ന് മനസ്സിലാക്കുന്നു. ശേഷം കിസാക്കിക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളുടെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഹിനാറ്റയും തൻ്റേതാകുമെന്ന് കിസാക്കി വിശ്വസിച്ചു. എന്നാൽ തക്കേമിച്ചി പല തവണ വന്ന് തൻ്റെ പ്ലാൻ കംപ്ലീറ്റായി ബ്രേക്ക് ചെയ്തെന്നും പറയുന്നു. അപ്പോൾ തക്കേമിച്ചി ഹിനാറ്റ അവനെ നിരസിച്ചതുകൊണ്ടാണോ അവളെ കിസാക്കി കൊന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ കിസാക്കി ഹിനാറ്റ തൻ്റെ മാത്രം പെണ്ണാണ്, അവളെ അവന് കിട്ടുന്നതിനേക്കാളും നല്ലത് അവളെ കൊല്ലുന്നത് തന്നെയാണ്. അങ്ങനെ കിസാക്കി മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലെത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ എന്നെ ഒന്നും നോക്കിയിട്ട് കൂടിയില്ല. അതിനൊരേ ഒരു കാരണം നീയാണ് തക്കേമിച്ചി. ഞാൻ നിന്നെ ഇത്രമാത്രം റെസ്പെക്റ്റ് ചെയ്തിട്ടും നീ എന്നെ ചതിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇന്ന് കൊല്ലാൻ പോകുന്നത് തക്കേമിച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തോക്ക് തക്കേമിച്ചിയുടെ തലയ്ക്ക് നേരെ ചൂണ്ടുന്നു. എന്നാൽ തക്കേമിച്ചി പെട്ടെന്ന് അവൻ്റെ കാല് പൊക്കി ആ തോക്ക് അയാളുടെ കയ്യിൽ നിന്ന് തൊഴിച്ച് തെറിപ്പിക്കുന്നു. എന്നിട്ട് തക്കേമിച്ചി ആ തോക്ക് കൈക്കലാക്കുന്നു. എന്നിട്ട് കിസാക്കിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇനിയും ഹിനായെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല കിസാക്കി എന്ന് പറഞ്ഞവൻ കിസാക്കിയെ കൊല്ലണോ വേണ്ടയോ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കെ മൈക്കി ഹിനായും അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ഹിനായെ കണ്ടതും തക്കേമിച്ചി തോക്ക് താഴ്ത്തുന്നു. എന്നാൽ കിസാക്കി ആ തക്ക് നോക്കി അവനെ ആക്രമിക്കുന്നു. എന്നാൽ തക്കേമിച്ചി കിസാക്കിക്ക് അവൻ്റെ സർവ്വശക്തിയും എടുത്തൊരു പഞ്ച് കൊടുക്കുന്നു. ശേഷം കിസാക്കി വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ തക്കേമിച്ചി അവനെ വിടാതെ പിന്തുടരുന്നു.
അങ്ങനെ കിസാക്കിയോട് തക്കേമിച്ചി, നീ ഇനി എത്ര ഓടിയാലും കാര്യമില്ല, കാരണം നിന്റെ ലക്ഷ്യം ഇവിടം കൊണ്ട് അവസാനിച്ചു, ആരും നിന്നെ ഇനി വിശ്വസിക്കില്ല കിസാക്കി എന്ന് പറഞ്ഞെങ്കിലും കിസാക്കി അങ്ങനെ വെറുതെ താൻ ഒരിക്കലും പിന്തിരിയില്ല തക്കേമിച്ചി, ഞാൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ഒരു നാൾ ഹിനാറ്റ എൻ്റെ സ്വന്തമാകും, അതെനിക്ക് ഉറപ്പാണ്. അത് കേട്ട് തക്കേമിച്ചി ഞെട്ടിയെങ്കിലും കിസാക്കി അവന് ടൈം ലീപ്പ് ചെയ്യാനുള്ള ട്രിഗറിന് വേണ്ടിയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി തക്കേമിച്ചി, താൻ നിന്നെ ഇനിയും ടൈം ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ല കിസാക്കി എന്ന് അലറിക്കൊണ്ട് പറയുന്നു. അത് കേട്ടപ്പോഴേക്കും കിസാക്കി അവിടെ നിൽക്കുന്നു. ശേഷം കിസാക്കി അവനെ നോക്കി ചിരിച്ചുകൊണ്ട്, നീ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ടൈം ലീപ്പർ ആണെന്നാണോ തക്കേമിച്ചി എന്ന് ചോദിക്കുന്നു. തക്കേമിച്ചി അത് കേട്ട് ഞെട്ടുന്നു. അപ്പോൾ കിസാക്കി ഇതെല്ലാം ചെയ്തത് അവന്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണോ എന്ന് കണ്ട് അവൻ അത്ഭുതപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു ട്രക്ക് വന്ന് കിസാക്കി ഇടിക്കുന്നു. അവൻ തെറിച്ച് റോഡിന്റെ ഒരു സൈഡിൽ ചെന്ന് വീഴുന്നു. തക്കേമിച്ചി അത് കണ്ട് ഞെട്ടി തരിച്ചു നിന്ന് പോകുന്നു. എന്നാൽ കിസാക്കി അപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവനൊരു കൈയും കാലും ഒടിഞ്ഞു നുറങ്ങിയ അവസ്ഥയിലായിരുന്നു. എങ്കിലും അവൻ അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ എണീക്കാൻ പറ്റാതെ അവൻ അവിടെ കിടന്ന് അലറുന്നു. അവസാനം മരിക്കാറായ കിസാക്കി അവൻ പണ്ട് ചെയ്ത കാര്യങ്ങളും തക്കേമിച്ചിയെ പോലെ അവനുള്ള അവൻ്റെ ആഗ്രഹവും എല്ലാം ഓർത്തുകൊണ്ട് കിസാക്കി അവിടെ കിടന്ന് മരിക്കുന്നു. അപ്പോഴേക്കും മൈക്കിയും ഹിനാറ്റയും അങ്ങോട്ടേക്കെത്തി അവരത് കണ്ട് ഞെട്ടുന്നു. അതേസമയം തന്നെ ഡ്രാഗനുമായുള്ള ഫൈറ്റിൽ തോറ്റുപോയ ഹൻമ പറയുന്നു, നീ വളരെ സ്ട്രോങ് ആണ് ഡ്രാഗൻ, പക്ഷേ ഈ സമയത്തിനുള്ളിൽ കിസാക്കി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് കാണും എന്ന് അയാൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആ ബാറ്റിൽ കൻഡോ ഇൻസിഡൻറ്റ് എന്ന് പിന്നീട് അറിയപ്പെട്ടു. അങ്ങനെ തോക്കിയോ മാഞ്ചിയാങ്ങും തെഞ്ചുക്കുവുമായുള്ള ഫൈറ്റിനൊടുവിൽ തെഞ്ചുക്കുവിലെ 5 മെമ്പേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൂടാതെ 3 മരണവും സംഭവിച്ചു. 1 സനോ എമ്മ, 2 ഇസാന കുറോക്കാവ, പിന്നെ കിസാക്കി ടെറ്റ. അങ്ങനെ ഹോസ്പിറ്റൽ കാണിക്കുന്നു. തക്കേമിച്ചി തന്റെ പ്ലാസ്റ്റർ ഇട്ട കാലുമായി കഷ്ടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാക്കുച്ചയെ കാണാനായിട്ട് വരുന്നു. കാക്കുച്ചാൻ ഇസാന മരിച്ചതിന്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു. എന്നാൽ കിസാക്കിയുടെ മരണം അയാളെ ആശ്ചര്യപ്പെടുത്തുന്നു. അങ്ങനെ തെഞ്ചുക്കുവിന്റെ ലക്ഷ്യം ഇപ്പോഴും ബാക്കിയാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ തക്കേമിച്ചിയും അതിന് കാക്കുച്ചാന്റെ ചുമതലയാണെന്ന് പറയുന്നു. ശേഷം തക്കേമിച്ചിയും കിസാക്കി മരിച്ചതിലൂടെ തന്റെ ലക്ഷ്യം അവസാനിച്ചു. പക്ഷേ തക്കേമിച്ചിക്ക് കിസാക്കി മരിച്ചതിന്റെ അന്ന് രാത്രി മുതൽ ഇതുവരെ തനിക്ക് ആ ഞെട്ടലിൽ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോക്കിയോ റിവെഞ്ച് സീസൺ 3യുടെ ലാസ്റ്റ് എപ്പിസോഡും അവസാനിച്ചു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ജുജുത്സു കൈസൻ സീസൺ 2ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇടുന്നത്. പിന്നെ ബ്ലീച്ചിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നിർത്തിയിട്ടില്ല, ഉടൻ തന്നെ അതിന്റെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമന്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.